الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين. أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഒരു പുതിയ പഠന പരമ്പരക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സന്തോഷപൂർവം റബ്ബിനെ കാണാൻ എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതം സന്തോഷകരമായി തീരാനുള്ള കാര്യങ്ങളാണ് ഈ പരമ്പരയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സ് എന്ന നിലക്ക് പൂർണ്ണമായും പ്രതിഫലേച്ഛയോടുകൂടി പാരത്രിക ലോകത്ത് വലിയൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി തീരണമെന്ന ആഗ്രഹത്തോടു കൂടി സജീവ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതിന്റെ ആദ്യ ക്ലാസ് എന്ന നിലക്ക് ജീവിത ലക്ഷ്യം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സങ്കടങ്ങൾ പേറി ദുഃഖങ്ങളും വേവലാദികളും ആവലാദികളും ബോധിപ്പിച്ച് കഴിഞ്ഞുകൂടേണ്ടവരല്ല നമ്മൾ. പക്ഷെ പൊതുവെ എടുത്തു നോക്കിയാൽ ജീവിതം അസ്വസ്ഥമാണ് എന്നതാണ് സത്യം. സമ്പത്തും പദവികളും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിലും എവിടെയോ ഒരു സന്തോഷം നഷ്ടപ്പെടുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, എല്ലായിടത്തും ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു രീതി സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ മൂലകാരണം? എന്താണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം? ജീവിതത്തോടുള്ള നമ്മുടെ സമീപനവും കാഴ്ചപ്പാടുകളുമാണ് ഒരു പരിധിവരെ നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും തീരുമാനിക്കുന്നത്. എന്തിനാണ് ജീവിതം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നിർണയിക്കുന്നിടത്ത് അബദ്ധം സംഭവിക്കുമ്പോഴാണ് വല്ലാത്തൊരു ദുഃഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക.
അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ലക്ഷ്യബോധം എന്നുള്ളത്. ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിക്കുക, തിരിച്ചറിയുക എന്നതാണ്. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയാണ് എന്ന് പറയാറുണ്ട്. കാലവും സമയവും തെറ്റി ദിശയറിയാതെ നീങ്ങുന്ന തോണി ഒടുവിൽ എവിടെയോ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന പോലെ ലക്ഷ്യം തിരിച്ചറിയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ലക്ഷ്യം തിരിച്ചറിയുക, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഏതാണ് എന്ന് കണ്ടെത്തുക, ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. മനുഷ്യരായ നമ്മൾ വൃഥാ സൃഷ്ടിക്കപ്പെട്ടവരാണോ? നമ്മുടെ ജീവിതത്തിന് പ്രത്യേകമായ വല്ല ലക്ഷ്യവുമുണ്ടോ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ആ ലക്ഷ്യം നേടാനുള്ള മാർഗം എന്താണ്? ആ മാർഗത്തിൽ തന്നെയാണോ ഇപ്പോൾ നമ്മൾ ഉള്ളത്? നാം ജനിച്ചത് എന്തിനാണ്? ആരാണ് നമ്മെ ജനിപ്പിച്ചത്? ആരാണ് നമ്മെ വളർത്തിക്കൊണ്ടുവന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് സന്തോഷപൂർവ്വം റബ്ബിനെ കാണാൻ എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ലക്ഷ്യങ്ങളില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു അരമണിക്കൂർ സമയം കളിക്കുകയാണെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് വിയർത്ത് ശരീരമൊക്കെ ഒന്ന് ഇളകി ഒരല്പം ഉന്മേഷം കിട്ടണം എന്നൊരു ലക്ഷ്യമെങ്കിലും ഒരല്പസമയത്ത് കളിക്കുമ്പോൾ പോലും നാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹു സൃഷ്ടിക്കുമോ? ആകാശഭൂമികളെയും അതിനിടയിലുള്ള സർവ്വചരാചങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനെയും. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. സൂറത്തുൽ അംബിയായിലെ 21-ാം അധ്യായം, സൂറത്തുൽ അംബിയായിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ്. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെയോ ഭൂമിയെയോ അതിന്റെ രണ്ടിനും ഇടയിലുള്ളതിനെയോ നാം ഒരു കളിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല, ഒരു കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഇതേ വിഷയം ഖുർആനിലെ സൂറത്തു ദുഖാനിലെ 38-ലും അള്ളാഹു പറഞ്ഞു. അവിടെ സമാ എന്നതിനു പകരം സമാവാത്ത് ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയോ ഭൂമിയെയോ അതിന് രണ്ടിനും ഇടയിലുള്ളതിനെയോ ഒരു കളിയായിക്കൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ വൃഥാ നാം സൃഷ്ടിച്ചിട്ടേയില്ല. പിന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? പല ഉത്തരങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു ഉത്തരം, ആകാശങ്ങളെയും ഭൂമിയെയും അതിന് രണ്ടിനിടയിലുള്ളതിനെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ള വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഹുവല്ലദീ, അവനുണ്ടല്ലോ, അള്ളാഹു ഉണ്ടല്ലോ, ഖലഖലകും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ്, മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ. ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ മനുഷ്യർ വെറുതെ സൃഷ്ടിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നതാണ് സത്യം. ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ക്ലാസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ല, ഈ പഠന പരമ്പരയുടെ ഒടുക്കം വരെ അല്ല, ജീവിതത്തിന്റെ ഒടുക്കം വരെ നിലനിർത്തേണ്ട ഒരു ചോദ്യമാണ്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്തിലൂടെയുള്ള ചോദ്യം. എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനം അല്ലാഹ് ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഹൃദയത്തിൽ തട്ടേണ്ട ചോദ്യമാണ്. മനുഷ്യരെ, നമ്മോടുള്ള ചോദ്യമാണ്.
അഫഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന്, നിങ്ങളെ നാം സൃഷ്ടിച്ചു പടച്ചയച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്നാണോ ധരിച്ചു വെച്ചിട്ടുള്ളത്? രണ്ട് ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയാൽ ജീവിതം സന്തോഷകരമായി തീരും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്താ ഒന്നാമത്തെ ചോദ്യം? അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ നാം നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യ? മാനവ സമൂഹത്തോട് അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങളെ വെറുതെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു പറഞ്ഞയച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ തട്ടണം ഈ ചോദ്യം. പടച്ചോനെ, നീ ഞങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഞങ്ങളൊക്കെ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ്. ഇതാണ് അതിന്റെ ഉത്തരം അല്ലേ? അള്ളാഹുവേ, നീ ഞങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല, ഞങ്ങളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ, വ്യക്തമായ, സമ്പൂർണമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ് ഞങ്ങൾ, മടക്കയാത്ര നന്നാക്കേണ്ടവരാണ് ഞങ്ങൾ. ഈ ഒരു ബോധം മനുഷ്യരെ, വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തണം. അപ്പോ ജീവിതത്തിന് ലക്ഷ്യം എന്ത് എന്ന ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളുണ്ട്. ശരിയുത്തരം തന്നെ വ്യത്യസ്തമാണ്. അതിൽ ഒരു ശരിയുത്തരമാണ് ജീവിതം മടക്കയാത്രക്കൊരുങ്ങാൻ വേണ്ടി. എന്തിനാണ് ഈ ജീവിതം? വേറൊരു ജീവിതം ഉണ്ട്, അവിടേക്ക് മടങ്ങി പോകുമ്പോ ഒരുങ്ങി പോകണം. അതിനാണ് ഈ ജീവിതം. അള്ളാഹു ഒരുങ്ങാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് വത്തഖൂ യൗമ ഒരു ദിവസത്തെ ഭയപ്പെട്ടു മനുഷ്യരെ. തുർജഊന ഫീഹി ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്, റബ്ബിലേക്ക് മടങ്ങി പോകുന്ന ദിവസമില്ലേ? ആ ദിവസത്തെ സൂക്ഷിച്ചോ വിശ്വാസികളെ. മരിച്ചു പോകുന്ന ഒരു ദിവസമല്ലേ, അന്നത്തേക്ക് നന്നായി ഒരുങ്ങിക്കൊള്ളിൻ. അതാണ് ജീവിതത്തിന്റെ അർത്ഥം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു ലക്ഷ്യമായി നമുക്ക് പറയാവുന്നത് സ്വർഗം നേടിയെടുക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഭാര്യയെയും ആദ്യത്തെ മനുഷ്യരെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുമ്പോ അള്ളാഹു അവരോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു. കുൽന നാം പറഞ്ഞു, ഇഹ്ബിതു മിൻഹാ ജമീഅ എല്ലാവരും ഇനി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താമസം മാറ്റണം. അങ്ങനെ ഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെ മനുഷ്യ സമൂഹം താമസിച്ചു പോകുമ്പോൾ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുന്നതായാൽ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ആരാണോ ഈ മാർഗത്തെ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖങ്ങളില്ലാത്ത, ഭയമില്ലാത്ത, യാതനകളും വേദനകളുമില്ലാത്ത, വിയർപ്പും അധ്വാനവുമില്ലാത്ത, ചൂടും തണുപ്പുമില്ലാത്ത, രോഗങ്ങളും മരണങ്ങളുമില്ലാത്ത സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അതാണ് ജീവിതത്തിലെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസികളെ, ആ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? റബ്ബിനെ കാണുക എന്നതാണ്. അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടുക എന്നതാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു നിങ്ങൾ പഠിച്ചു വെക്കുക, അന്നഹു ലയറാ അഹദും മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത് മരിക്കുന്നത് വരെ നിങ്ങൾക്കാർക്കും റബ്ബിനെ കാണാനാവുകയില്ല. ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹം നടക്കൂല എന്നർത്ഥം. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം നാം ആവശ്യപ്പെടാതെ തന്ന അള്ളാഹുവിനെ കാണാൻ ഇഹലോകത്തുനിന്ന് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനൊരു ആഗ്രഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ചു നോക്കി എന്നും അപ്പൊ ഉണ്ടായത് എന്താണ് എന്നും ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 143-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. മൂസാ നബിയോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചപ്പോ മൂസാ നബിക്ക് ആഗ്രഹം, നേരിട്ട് സംസാരിച്ചാ പോരാ, നേരിട്ടൊന്ന് കാണാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ.
അല്ലാഹുവേ എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടൂ, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കിക്കാണട്ടെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖാല ലൻ തറാനി, നിനക്കെന്നെ കാണുക സാധ്യമല്ല, പകരം നീ ആ പർവ്വതത്തിലേക്ക് നോക്കിക്കൊള്ളുക. ആ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോ പർവ്വതം തകർന്നു പോവുകയും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തളർന്നു വീഴുകയും ചെയ്തു എന്ന്, ബോധരഹിതനായി വീണു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ സന്തോഷപൂർവ്വം റബ്ബിനെ കാണണം എന്നുണ്ടെങ്കിൽ അത് പരലോകത്ത് വെച്ച് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം റബ്ബിനെ കാണാൻ തിരിച്ചു പോവുക എന്നതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? സന്തോഷപൂർവ്വം നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ ആ കാണുന്ന ലോകത്തേക്ക് പോകണം. ആ റബ്ബിനെ കണ്ട് കൺകുളിർക്കെ മനസ്സിന് സമാധാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. സ്വഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, അന്ത്യനാളിലെങ്കിലും ഞങ്ങൾ അല്ലാഹുവിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയൂ? ഞങ്ങൾ ആരാധിക്കുന്ന സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ ദാതാവായ അല്ലാഹുവിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഹൽ തുളാറൂന ഫിൽ ഖമരി ലൈലത്തുൽ ബദ്രി, നിലാവുള്ള കാർമേഘങ്ങളില്ലാത്ത 14-ാം രാവിൽ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾക്കതിന് വല്ല മറയും ഉണ്ടാകാറുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഒരു മറയില്ലാതെയാണ് റസൂലെ ഞങ്ങൾ കാണാറുള്ളത്. വീണ്ടും റസൂൽ ചോദിച്ചു, ഫഹൽ തുളാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബ്, കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത പകലിൽ സൂര്യനെ നിങ്ങൾക്ക് ഇങ്ങനെ വെളിച്ചത്തോടെ കാണാൻ കഴിയോ? വല്ല മറയില്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയൂലേ? മറയുണ്ടാകാറുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, ഒരു മറയില്ലാതെ സൂര്യന്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നകും തറൗനഹു കദാലിക്, അങ്ങനെ നിങ്ങൾ ഒരു തടസ്സവുമില്ലാതെ റബ്ബിനെ നേരിട്ട് കാണുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം റബ്ബിനെ കണ്ടുമുട്ടലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നകും സതറൗന റബ്ബക്കും ഇയാനാ, വിശ്വാസികളെ, നിങ്ങൾ റബ്ബിനെ കണ്ണുകൊണ്ട് കാണും. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ നേരിട്ട് കാണുന്ന അവസ്ഥയുണ്ടാകും. ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്ർ, ഒരു 14-ാം രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾ നേരിട്ട് കാണുന്ന ഒരു ദിവസം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ സന്തോഷപൂർവ്വം റബ്ബിനെ കാണുന്ന ആളുകൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിലെ 22-23 ആയത്തുകളിൽ അല്ലാഹു പറയാണ്, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, വുജൂഹു യൗമഇദിൻ നാളിറ, അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. അന്ന് ചില മുഖങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങായിരിക്കും, മിനുസമുള്ളതായിരിക്കും. സന്തോഷം കൊണ്ട് അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശപൂരിതമായിരിക്കും. എന്തുകൊണ്ട്? ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിലേക്ക് നോക്കിക്കണ്ടതുകൊണ്ട്, അവരുടെ റബ്ബിനെ കാണാൻ സാധിച്ചതുകൊണ്ട് മുഖങ്ങൾ പ്രകാശപൂരിതമാകുന്ന അവസ്ഥയുണ്ടാകും. ആ കൂട്ടത്തിൽ ആ വുജൂഹുൻ എന്ന് പറഞ്ഞ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മുടെ മുഖങ്ങളും ഉണ്ടാകട്ടെ. അതാണ് സഹോദരങ്ങളെ ജീവിതത്തിന്റെ ലക്ഷ്യം. സൃഷ്ടിച്ചു പരിപാലിച്ച രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നത്. ആ ഭാഗം ഇൻഷാ അല്ലാഹ്, ആ സ്വർഗത്തിന് അനുഗ്രഹങ്ങളും മറ്റുമൊക്കെ അവിടേക്ക് എത്തുമ്പോ നമുക്ക് വിശദമായി പറയാം. ഞാൻ പറഞ്ഞത് മടക്കയാത്രക്ക് ഒരുങ്ങുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. സ്വർഗം നേടുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ഐഹിക ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാക്കി വെച്ചിരിക്കുകയാണ്. അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അദ്ദുനിയ, ഈ ഇഹലോക ജീവിതം, മസ്റഅത്തുൽ ആഖിറ, പാരത്രിക ലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൽ എന്താണോ വിതക്കുന്നത് അതേ പാരത്രിക ലോകത്ത് കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. സഹോദരങ്ങളെ, ഇഹലോകമാകുന്ന കൃഷിയിടത്തിൽ ഇബാദത്തുകൾ വിതച്ചവർക്ക്
പരലോകത്ത് സ്വർഗ പ്രതിഫലങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. അപ്പൊ ജീവിതം എന്തിനു വേണ്ടി എന്നതിനുള്ള മറ്റൊരു ഉത്തരമാണ് ഇബാദത്തിനു വേണ്ടി. എന്തിനാണ്? ഇബാദത്തുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആനിലെ 51-ാം അധ്യായം സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് നമുക്കൊക്കെ മനഃപ്പാടമുള്ള ആയത്താണ്. ഒരു പക്ഷേ വമാ എന്ന് നമ്മൾ പറയുമ്പോഴേക്ക് ബാക്കി നമ്മൾ ഓതും അല്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ജീവിതം എന്തിനു വേണ്ടി? എന്തിനാ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുക്കാൻ നമ്മിൽ ആരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് എന്നർത്ഥം. ഈ പരീക്ഷണത്തിൽ, ഈ പരിശോധനയിൽ നമ്മൾ വിജയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുക്കുക എന്ന് പറയുമ്പോൾ കുറെ ഇബാദത്തുകൾ ചെയ്യുക എന്നതിലേറെ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക എന്നതാണ് പരിശോധന. കുറെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് എന്നല്ല അള്ളാഹു നോക്കുക, മറിച്ച് ചെയ്യേണ്ട രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവർ ആരുണ്ട് എന്നതാണ് പരിശോധന. അക്സറു അമല, കുറെ അമലുകൾ ചെയ്യുക ആരാ എന്നല്ല, അഹ്സനു അമല, നല്ല അമല് ചെയ്യുക ആരാ എന്നാണ് പരിശോധന. ഖുർആനിന്റെ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക്, ധാരാളം പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അൽ മാനിഅ, ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്ന സൂറത്ത് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള സൂറത്തുൽ മുൽക്ക്. ഒരിക്കൽ സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫിൽ ഖുർആനി സൂറ 30 ആയ ശഫഅതി ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. ഫിൽ ഖുർആനി സൂറ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 30 ആയ, 30 ആയത്തുകളാണ് അതിലുള്ളത്. ശഫഅതി ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, പുറത്ത് കിട്ടുന്നതുവരെ അത് ഓതുന്നവർക്ക് വേണ്ടി ശുപാർശ പറയാൻ ആ സൂറത്തുണ്ടാകും. വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ 2-ാമത്തെ ആയത്തിൽ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നാണ് അള്ളാഹു പറയുന്നത്. എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹ് പറയാണ്, ജീവിതം എന്തിനു വേണ്ടിയാണ്? മരണം എന്തിനു വേണ്ടിയാണ്? സ്വർഗം എന്തിനു വേണ്ടിയാണ്? നരകം എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, മനുഷ്യരെ നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. ലിയബ്ലുവക്കും, അവൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. എന്ത്? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാരാ? ജീവിതത്തിൽ നല്ല വിശ്വാസമുള്ളവരാരാ? നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാരാ? നല്ല സ്വഭാവമുള്ളവരാരാ? ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാരാ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാരാ? അയൽപ്പക്ക മര്യാദകൾ പാലിക്കുന്നവരാരാ? 5 നേരം നിസ്കരിക്കുന്നവരാരാ? മക്കളെ ദീനിയായി വളർത്തുന്നവരാരാ? അയ്യുക്കും അഹ്സനു അമലാ, നല്ലത് ചെയ്യുന്നവരാരാ? ഇതാണ് പരിശോധന. അപ്പൊ ജീവിതം എന്തിനാന്നുള്ള ചോദ്യത്തിന്റെ മറ്റൊരു ഉത്തരമാണ് നമ്മളിൽ ആരാ നല്ലത് ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയാണ് ജീവിതം. മനസ്സിലാകുന്നുണ്ടോ പറയണേ? നമ്മുടെ ജീവിതം എന്തിനാ? നമ്മളിൽ നല്ലത് ചെയ്യുന്ന, നല്ലത് പറയുന്ന, നല്ലത് കാണുന്ന, നല്ലത് കേൾക്കുന്ന, നല്ലത് വിശ്വസിക്കുന്ന, നല്ല നല്ല കർമ്മങ്ങളിൽ മുഴുകുന്ന മനുഷ്യരാര് എന്ന് പരിശോധിക്കാൻ വേണ്ടി. മനുഷ്യൻ എന്നർത്ഥമുള്ള ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ. ആ സൂറത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ദഹർ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പഠിപ്പിച്ചത് എന്താണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. എന്താണ് എന്ന് പറയാൻ പറ്റാത്തൊരു കാലം മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നും നമ്മൾ വൃഥാ സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്നും റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്നും ആ മടക്കം സന്തോഷകരമായി തീരണമെന്നും അവിടെ റബ്ബിനെ കണ്ടുമുട്ടാനാവുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്നും
ആ മടക്കയാത്ര സന്തോഷകരമായി തീരണമെങ്കിൽ ഐഹിക ജീവിതത്തിൽ നന്നായി കൃഷി ഇറക്കേണ്ടതുണ്ട് എന്നും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്താണ് എന്നും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും എത്ര നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരായി ആരുണ്ട് എന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. മനുഷ്യൻ എന്നർത്ഥമുള്ള സൂറത്തുൽ ഇൻസാനിൽ പ്രസ്താവ്യമായ ഒന്നുമല്ലാത്തൊരു കാലം മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ അംശാജ്, കൂടിക്കലർന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, ഒരു ബീജഗണത്തിൽ നിന്ന് ഇന്ന് ഞാനാകുന്ന, നമ്മളാകുന്ന, ഓടാനും ചാടാനും കളിക്കാനും ചിരിക്കാനും എന്തിനും കഴിയുന്ന മനുഷ്യരായി അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫജഅൽനാഹു സമീഅൻ ബസീറ, കേൾക്കുന്നവനും കാണുന്നവനുമാക്കി മനുഷ്യനെ നാം മാറ്റിയിരിക്കുന്നു. ഇനി അവൻ കാണുന്നത് കേൾക്കുന്നത് നല്ലതാണോ എന്നാണ് പരീക്ഷണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാരാണ് എന്നുകൂടി തൊട്ടടുത്ത ആയത്തിൽ 3-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹു പറയാണ്, ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് മുന്നിൽ നാം മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് തള്ളിക്കളയേണ്ടത്, കൃത്യമായി അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ഇമ്മാ ശാകിറാ, ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനുമാകാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യരെ, ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് അള്ളാഹു വരച്ച് കാണിച്ചു തന്നു. ഇനി ഒന്നുകിൽ നല്ല മനുഷ്യനായി, നന്ദിയുള്ളവനായി സ്വർഗം വാങ്ങാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി തോന്നിയതുപോലെ ജീവിച്ച് നരകവും വാങ്ങാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനു മുന്നിലുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നല്ലത് ചെയ്തിട്ട് സ്വർഗം വാങ്ങുന്നവൻ മാത്രമാണ് വിജയിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന്റെ അർത്ഥം ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾ പാടെ ഉപേക്ഷിക്കണം എന്നല്ല. ഐഹിക സന്തോഷങ്ങൾ പാടില്ല എന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പകരം രണ്ടും വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ റജുലൻ ഖദ് ജുഹിദ ഹത്താ സ്വറ മിസ്ലൽ ഫർഖ്. അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. ഫഖാല ലഹു അമാ കുൻത തദ്ഉ, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഈ പ്രാർത്ഥിക്കണമെന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, കുൻതു അഖൂലു അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. റസൂലേ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ എന്റെ പ്രാർത്ഥനയുടെ വാചകം എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്തെങ്കിലും ശിക്ഷ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഹലോകത്ത് നൊക്കണം തന്നോ, പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി. ഇങ്ങനെ ഞാൻ ദുആ ചെയ്യാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അത്ഭുതമുള്ള കാര്യം ഉണ്ടാകുമ്പോ പറയണേ ഒരു വാചകാണ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇന്നക ലാ തുതീഖുഹു ഔ ലാ തസ്തതിഉഹു, അതിനൊരിക്കലും നിനക്ക് താങ്ങാൻ കഴിയൂല. ഇഹലോകത്തുനിന്ന് അള്ളാഹു നിന്നെ പരീക്ഷിച്ചിട്ട് പരലോകത്തുനിന്ന് സ്വർഗം തരാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ഇഹലോകത്തുനിന്ന് പരീക്ഷണത്തിൽ നീ സഹിച്ചില്ലെങ്കിൽ, ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ബുദ്ധിമുട്ടുമായി, പരലോകത്ത് നരകമായി. അതുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ടത്, നീ പ്രാർത്ഥിക്കേണ്ടത്, അഫലാ കുൻത തഖൂലു അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? ഖുർആനിൽ ഒരു ആയത്തുമാണ്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം തവണ നടത്തിയ ഒരു പ്രാർത്ഥനയുമാണ്. അവിടെ റബ്ബന എന്നും കൂടിയുണ്ട്. ഇവിടെ ഹദീസിലുള്ളത് അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എന്ത്? ഇഹലോകത്ത് നല്ലത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ഇഹലോകത്തൊന്നും വേണ്ട, പരലോകം മതി, ഇങ്ങനെ ഒരു വിശ്വാസി ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ പറയണേ? എടാ ഇഹലോകക്ക് എന്തിനാ, പരലോകല്ലേ കാര്യം എന്നല്ല, മറിച്ച് കഴിയുന്നത്ര ഇഹലോകത്ത് സുഖവും സന്തോഷവും ഒക്കെ ആകാം. പക്ഷേ അതിലപ്പുറം ഒരു വിശ്വാസിയുടെ ആഗ്രഹം പരലോക വിജയമായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിന്റെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പാരത്രിക ലോകത്തെ നീ കാംക്ഷിച്ചുകൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഇഹലോകത്തെ നിന്റെ ഓഹരി നീ മറന്നു പോവുകയും വേണ്ട. ഇഹലോകത്ത് നീ മറക്കണ്ട, ഇഹലോകത്ത് നീ ത്യജിക്കേണ്ടതില്ല, വെടിയേണ്ടതില്ല. പക്ഷേ പരലോകത്തെയായിരിക്കണം നീ കാംക്ഷിക്കേണ്ടത്, പരലോകത്തിനായിരിക്കണം നീ പ്രാധാന്യം നൽകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പൊതുവെ ഇഹലോകത്തും പരലോകത്തും കിട്ടുന്ന സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും വിഷയത്തിൽ മനുഷ്യരെ 4ആയി തരംതിരിക്കാം. ആ 4-ൽ നമ്മൾ ഏത് വിഭാഗത്തിലാണ് എന്ന് നോക്കുകയും ഏത് വിഭാഗത്തിലാണോ നമ്മൾ ആകേണ്ടത് ആ വിഭാഗത്തിൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നാസു അർബഅത്തുൻ. മനുഷ്യർ 4 ഗണത്തിലാണ്, 4 വിഭാഗമാണ് മനുഷ്യർ. ഒന്ന്, മുവസ്സഉൻ അലൈഹി ഫിദ്ദുനിയ മഖ്തൂറുൻ അലൈഹി ഫിൽ ആഖിറ. ഇഹലോകത്ത് ധാരാളം അനുഗ്രഹങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ലഭിക്കുകയും പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു, വമുവസ്സഉൻ അലൈഹി ഫിൽ ആഖിറ മഖ്തൂറുൻ അലൈഹി ഫിദ്ദുനിയ. പരലോകത്ത് സ്വർഗം കിട്ടുന്നവർ, ഇഹലോകത്ത് ധാരാളം പരീക്ഷിക്കപ്പെടുന്നവർ. അതിലും ചിലപ്പോ നമ്മൾ പെട്ടുപോയ വലിയ പരീക്ഷണമാവും. ഇഹലോകത്ത് ഭയങ്കരമായ കഷ്ടപ്പാട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത, അന്തിയുറങ്ങാൻ വീടില്ലാത്ത, മക്കളില്ലാത്ത, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം. പരലോകത്ത് സ്വർഗം കിട്ടുന്നവർ, ഇതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗമായി റസൂലുള്ളാഹി പറഞ്ഞത് വമുവസ്സഉൻ അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും സൗകര്യങ്ങൾ ലഭിച്ചവർ. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമഖ്തൂറുൻ അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും ഒന്നും കിട്ടാത്തവർ. ശരിക്കും ആകേണ്ടത് ഏതിലാ? മൂന്നാമത്തെ വിഭാഗത്തിലാണ്. ഒരു വിശ്വാസിയുടെ ആഗ്രഹം വരേണ്ടത് അല്ലാഹുവേ ഇഹലോകത്തും നല്ലത് തരണേ, പരലോകത്തും നല്ലത് തരണേ എന്ന. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. പടച്ചോനെ എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ, എന്റെ ദുനിയാവ് എനിക്ക് നന്നാക്കി തരണേ, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണേ. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തെ പാടെ വെടിഞ്ഞ് ഒരു മലമുകളിൽ അഭയം പ്രാപിച്ച് ഇബാദത്തുകളിൽ മുഴുകാണ് എന്ന് പറഞ്ഞ് ഒരു പള്ളിയുടെ മൂലയിലിരുന്ന് ഒരു കിതാബും വായിച്ച് ഒരു ഖുർആനിന് മുന്നിലിരുന്ന് ഖുർആൻ തന്നെ ഓതി വേറൊരു ബന്ധവുമില്ലാതെ ജീവിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെതിരാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അന്നാസ വയസ്ബിറു അലാ അദാഹു. ജനങ്ങളോടൊക്കെ ഇങ്ങനെ ഇടപഴകി ജീവിക്കുകയും അപ്പോഴും അവരിലുള്ള തിന്മയിലൊന്നും അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന മുഅ്മിനാണ് അഅ്ലമു അജ്റൻ, കൂടുതൽ കൂലി വാങ്ങുന്ന മുഅ്മിൻ, മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു അന്നാസ് വലാ യസ്ബിറു അലാ അദാഹു. ജനങ്ങളിലേക്കൊന്നും ഇടപഴകാതെ ഒരു മൂലയിലിരുന്ന് തെറ്റിലേക്ക് പോകുമെന്ന് പേടിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്ന മുഅ്മിനിനേക്കാളും പ്രതിഫലം വാങ്ങുന്നവൻ ആരാണ്? ഇടപെടേണ്ട അടുത്തൊക്കെ ഇടപെടും, പക്ഷെ അപ്പോഴൊന്നും തെറ്റിലേക്ക് പോകൂല. ഇടപഴകേണ്ട ആളുകളോടൊക്കെ ഇടപഴകും, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, ഒപ്പം ജീവിക്കുന്നവരോടൊക്കെ ഇടപഴകും. പക്ഷേ അവരിലുള്ള തിന്മകളിലേക്ക് പോകാതെ ക്ഷമിച്ചു നിൽക്കും.
അവനാണ് കൂടുതൽ പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇഹലോകവും പരലോകവും സന്തോഷകരമാകണമെന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമായി നാം കാണേണ്ടത് എന്നാണ്. പക്ഷേ ഇഹലോകം പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ്. അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയാണ് സൂറത്തുൻ നിസായിലെ 77-ൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, പറയുക പ്രവാചക, മതാഉദ് ദുനിയാ ഖലീൽ, ഐഹിക ജീവിതം തുച്ഛമാണ്, വൽ ആഖിറതു ഖൈർ, പരലോകമാണ് മെച്ചമായിട്ടുള്ളത്, ലിമൻ ഇത്തഖാ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പരലോകമാണ് ഏറ്റവും നല്ലത്, വലാ തുലമൂന ഫതീല, വിശ്വാസികളോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹ് പറയാ, മതാഉദ് ദുനിയാ ഖലീൽ, ഇഹലോക ജീവിതം വളരെ വളരെ തുച്ഛമാണ്, വളരെ വളരെ നൈമിഷികമാണ് എന്ന് ഖുർആൻ നമുക്ക് അറിയിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമായി ഇഹലോകത്തിന് ചില ഉപമകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇനിയുള്ള ഈ അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നത്. അതായത് ഇഹലോകം എത്ര തുച്ഛമാണ്, പരലോകം എത്ര വിശാലമാണ് എന്ന് അറിയിക്കുന്ന ഇഹലോകത്തിന്റെ നിസാരതയും പരലോകത്തിന്റെ വിശാലതയും ബോധ്യപ്പെടുത്തുന്ന ചില പദപ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. ഒന്ന്, ആകത്തുക ദുനിയാവ് എന്താന്ന് ചോദിച്ചാൽ മതാഉൽ ഖുറൂർ, എന്താ? വഞ്ചനയുടെ ചരക്ക്, കബളിപ്പിക്കുന്ന വിഭവം. നമ്മൾ ഈ ഓടിപ്പാഞ്ഞു വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്ന ദുനിയാവ് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു വിഭവം. കാരണം കഫൻ പുടവക്ക് പോക്കറ്റില്ല, ഒന്നും കൊണ്ടുപോകില്ല, ഓടിപ്പാഞ്ഞ് വെട്ടിപ്പിടിച്ചതെല്ലാം വിട്ടേച്ച് പോകുന്ന കബളിപ്പിക്കുന്ന വിഭവമാണ് ഇഹലോകം. വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അല്ലാഹ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ, ഇഹലോക ജീവിതമുണ്ടല്ലോ, ഇല്ലാ മതാഉൽ ഖുറൂർ, ഇത് വഞ്ചനയുടെ ചരക്കാണ്, ഇത് കബളിപ്പിക്കുന്ന വിഭവമാണ്. മനുഷ്യരെ, ഇതിന്റെ പിന്നാലെ നെട്ടോട്ടമോടുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളെ വഞ്ചിക്കുകയാണ്, ഇത് വഞ്ചനയുടെ ചരക്കാണ്. ഈ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഉറക്കൊഴിവാക്കി ഊണുപേക്ഷിച്ച് പ്രയാസപ്പെട്ട് ഇഹലോകം വെട്ടിപ്പിടിക്കുമ്പോൾ ഓർക്കുക, ഊണും പോയി ഉറക്കും പോയി, എന്നിട്ട് വഞ്ചനയുടെ ചരക്ക് മാന്തി കൂട്ടി ഉണ്ടാക്കുകയാണ് എന്ന ബോധം മനസ്സിലേക്ക് കയറി വരണം. വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് എന്താ? ലഇബാണ്, ഇതൊരു കളിയാണ്. ഭക്ഷണം വീട്ടില് ഉമ്മ ശരിക്കും ഉണ്ടാക്കണുണ്ട്, മക്കള് പുറത്ത് ചിരട്ട കൊണ്ട് കലമാക്കിയും മണ്ണുകൊണ്ട് അരിയാക്കിയും ഇല കൊണ്ട് പൈസയാക്കിയിട്ടും കളിക്കുന്ന ഭക്ഷണം വേറെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ യഥാർത്ഥ ഭക്ഷണം ആയി കഴിഞ്ഞിട്ട് ഉമ്മ വിളമ്പി വെച്ചിട്ട് മക്കളെ വിളിക്കുമ്പോ അതുവരെ അവർ കളിച്ചുണ്ടാക്കിയ ആ ഭക്ഷണമൊക്കെ തട്ടിക്കളഞ്ഞ് നല്ല ഭക്ഷണത്തിന് അവരോട് വരും. ഇതാണ് ഇഹലോകം, വെറും ഒരു കളി. കാര്യത്തിലേക്ക് കടക്കുമ്പോ കളിയെല്ലാം വിട്ടേച്ച് നമ്മൾ പോകേണ്ടി വരും. ഇത് കളിയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ലഹുവുൻ, ഇതൊരു വിനോദമാണ്, ഇതൊരു വിനോദം മാത്രമാണ്. അള്ളാഹു പറഞ്ഞു സീനത്തുൻ, ഇതൊരു അലങ്കാരമാണ്. ഒരു ഇഹലോകത്തെ ഒരു ചൊർക്കിനു വേണ്ടി അള്ളാഹ് തന്ന കുറെ സൗകര്യങ്ങൾ, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അള്ളാഹു പറഞ്ഞു തഫാഖുറുൻ, ഇത് പരസ്പരം പെരുമ നടിക്കാനുള്ള ഒരു സൗകര്യം മാത്രം. തകാസുറുൻ, എനിക്കാണ് കൂടുതൽ സമ്പത്ത്, എനിക്കാണ് കൂടുതൽ മക്കള് എന്ന് അഭിമാനം പറയാനുള്ള ഒരു അവസരം മാത്രം. അതാണ് ഇഹലോകം. ഇതെല്ലാം അള്ളാഹു ഒന്നിച്ചൊരായത്തിൽ പഠിപ്പിച്ചു. ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇഅ്ലമു, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹും വസീന, ഇഹലോക ജീവിതമുണ്ടല്ലോ അത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലുമുള്ള പെരുമ നടിക്കലും അഭിമാനം നടിക്കലും മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നിട്ടൊരു ഉദാഹരണവും പറഞ്ഞു. നല്ല മഴ പെയ്തു, ഉറച്ച ഭൂമിയിൽ വെള്ളമിറങ്ങി, ചെടികൾ മുളച്ചു, കൃഷിയുണ്ടായി, നന്നായി ഫലമുണ്ടായി,
അത് കൊയ്തെടുക്കാമെന്ന് കർഷകൻ വിചാരിച്ച സമയത്ത് നല്ലൊരു കാറ്റടിച്ച് എല്ലാം അങ്ങ് തകർന്നു പോയി. ഇതുപോലെയായിരിക്കും നിങ്ങളിങ്ങനെ എല്ലാം കിട്ടിയെന്ന് ഇഹലോകത്ത് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരു ശ്വാസം നിൽക്കലായിരിക്കും, ഒരു ഹാർട്ട് അറ്റാക്ക്, ഒരു ഹൃദയമിടിപ്പ് നിൽക്കല്, ഒരു അറ്റാക്ക് വരവ്, അതോടുകൂടി കഴിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ ഓരോ ആയത്തും ഓതി വിശദീകരിക്കുന്നില്ല. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 32-ലും സൂറത്തു മുഹമ്മദിലെ 36-ലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 10 ഉപമകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്ന്, വഞ്ചനയുടെ ചരക്ക്. ഇഹലോകം എന്താണ്? നമ്മളെ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ്. 2, ഇഹലോകം ഒരു ലഅബുൻ, കളിയാണ്. 3, ലഹുവുൻ, ഒരു വിനോദമാണ്. 4, സീനത്തുൻ, ഒരു ഭംഗിക്ക് വേണ്ടി തന്ന കുറച്ച് കാര്യങ്ങളാണ്. 5, തഫാഖുറുൻ, പരസ്പരം പെരുമ നടിക്കലാണ്, അഭിമാനം നടിക്കലാണ്, അഹങ്കാരം നടിക്കലാണ്. തകാസുറുൻ, എനിക്ക് കുറെ ഉണ്ട് എന്ന് അഹങ്കാരം നടിക്കലാണ്. 7-മതായി അള്ളാഹു പറയാണ്, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇഹലോകത്തിനില്ല. നമ്മളിപ്പോ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇഹലോക ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് നോക്ക് നിങ്ങൾ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല. ഈ ഇഹലോക ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അള്ളാഹു കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇല്ല എന്ന് പറയുന്ന കാഫിറിന് ഒരു തുള്ളി വെള്ളം അല്ലാഹു കൊടുക്കൂലായിരുന്നു. അള്ളാഹു ഇല്ല, മതങ്ങളില്ല, ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, മുഹമ്മദ് ഭീകരവാദിയാണ്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നവനും വെള്ളം കുടിക്കുന്നുണ്ട്, വായു ശ്വസിക്കുന്നുണ്ട്. എന്തേ കാരണം? ഇഹലോകത്തല്ലേ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ഇഹലോകത്ത് കുടിച്ചോട്ടെ എന്നാണ് അള്ളാഹു വിചാരിച്ചത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഇഹലോകത്തിലുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാഫിറും ഇഹലോകത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കുമായിരുന്നില്ല. കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ഇഹലോകമാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകം. സഹോദരങ്ങളെ, സാഗരത്തിൽ, കടലിൽ വിരൽ മുക്കി പുറത്തെടുത്താൽ വിരൽ തുമ്പിലാകുന്ന ആ വെള്ളത്തുള്ളിയാണ് ഇഹലോകം. ആ കടൽ മുഴുവൻ നാളെ ജീവിതത്തിനപ്പുറം മരണാനന്തര ലോകത്ത് വരാനിരിക്കുന്ന പരലോകത്തിന്റെ വിശാലതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ ബിമാദാ യർജിഉ. റസൂലുള്ളാഹി പറയാണ്, മദ്ദുനിയാ ഫിൽ ആഖിറ, ഇഹലോകം പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ, ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി, നിങ്ങളിൽ ഒരാൾ വിരൽ തുമ്പ് കടലിൽ മുക്കിയെടുക്കുന്നത് പോലെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ഫൽയൻദുർ ബിമാദാ യർജിഉ, ആ കടലിൽ നിന്ന് എത്ര തുള്ളിയാണ് കയ്യിൽ പോകുന്നത്, എത്ര അംശാണ് കയ്യിൽ കിട്ടിയത് ആ കടലിനെ വെച്ച് നോക്കുമ്പോ. അതാണ് ഇഹലോകം ഇന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത പുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. 9-ാമത്തെ രൂപം എന്താണെന്നറിയോ? ഇഹലോകം മലവും മൂത്രവും പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുഹാബികളോട് പലതും ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സുഹാബി അങ്ങോട്ട് കടന്നു ചെന്നു. ലഹാഖ് ഇബ്നു സുഫിയാൻ അൽ കിലാബി റളിയല്ലാഹു അൻഹു. സുഹാബികളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി അല്പം ഉയർന്ന ദർജയിലുള്ള വ്യക്തിയാണ് ലഹാഖ്. അദ്ദേഹം ഇങ്ങനെ കടന്നു ചെന്നു. എല്ലാവരും കേൾക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, യാ ലഹാഖ് മാ തുആമുക്, ലഹാഖേ നിന്റെ ഭക്ഷണ രീതി എന്താ? അപ്പൊ അദ്ദേഹത്തിന് കുറച്ചും കൂടി അഭിമാനമായി. ഇപ്പോ ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയെന്നൊക്കെ അറിയാനാണല്ലോ റസൂലുള്ളാഹി ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ ലഹ്മു വൽ ലബനു, ഞാൻ നല്ലോം പാല് കുടിക്കും, മാംസം കഴിക്കും. നന്നായി വെള്ളം, നല്ല പാല് കുടിക്കും, നല്ല മാംസം കഴിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം ചോദിച്ചു, സുമ്മ യസീറു ഇലാ മാദാ, ലഹാഖേ നീ തിന്നുന്ന മാംസവും നീ കുടിക്കുന്ന പാലും കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താവുക, എന്തായി മാറും? അദ്ദേഹം ചിരിച്ചു. പേരെന്നെ എന്താ അറിയോ? ലഹാഖ്, ചിരിക്കുന്ന സ്വഹാബി. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഇലാ മാ ഖദ് അലിംത യാ റസൂലല്ലാഹ്, റസൂലേ ഇങ്ങക്ക് അറിയില്ലേ, അതെന്നെയാണ് ആവുക.
എന്ത് കുടിച്ചാലും കുറെ കഴിഞ്ഞ മൂത്രാവും, എന്ത് തിന്നാലും കുറെ കഴിഞ്ഞ മലാകും. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഇലാമാഖദ് അലിംത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾക്ക് അറിയില്ലേ അതെന്നെയാണ് ആവുക. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹ് തിരിച്ചു പറഞ്ഞു, ഫഇന്നല്ലാഹ തബാറക വതആല ലറബ മാ യഖ്റുജു മിൻ ഇബ്നി ആദം മസലൻ ലിദ്ദുനിയ. എന്നല്ലാഹ്ക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളിൻ. എല്ലാ സ്വഹാബികളെയും അഭിമുഖീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ പുറന്തള്ളുന്ന വേസ്റ്റ് ആണ് ഇഹലോകത്തിന് അല്ലാഹു കൊടുത്തൊരു ഉപമ. എന്തൊക്കെ നേടിയാലും വിട്ടേച്ചു പോകും, എന്ത് കഴിച്ചാലും ഒഴിവാക്കും, എന്ത് കുടിച്ചാലും ഒഴിവാക്കും. മലവും മൂത്രവും പോലെയാണ് ഇഹലോകം എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. 10ാമത്തെ ഉപമ നമുക്കൊക്കെ അറിയുന്ന, ഇതൊക്കെ നമ്മൾ കേട്ടു പരിചയമുള്ള സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. മർറ ബിസ്സൂഖി ദാഖിലൻ മിൻ ബഅദിൽ ആലിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം നടന്നു പോകുമ്പോൾ ഫമർറ ബിജദി അസഖ് മയ്യിത്തിൻ, ഒരു ചത്തി കിടക്കുന്ന ചെവി മുറിഞ്ഞ ഒരു ആടിന്റെ അരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയി. അതിന്റെ ചെവിക്ക് പിടിച്ചിട്ട് ഫഅഖദ ബി ഉദ്നിഹി, അതിന്റെ ചെവിയിൽ പിടിച്ചിട്ട് സുമ്മ ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം, ഒരു ദിർഹമിന് ഇതിന് ആർക്കാ വേണ്ടത്? ഒരു ദിർഹമിന് ഈ ആടിനെ ആർക്കാ വേണ്ടത്? ഫഖാലു മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈ വമാ തസ്നഉ ബിഹി. അല്ല, ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ? അങ്ങക്ക് ആർക്കും വേണ്ട, ആർക്കും ഇഷ്ടല്ല റസൂലേ ചത്ത ആടിനെ. ഖാല അതുഹിബ്ബൂന അന്നഹു ലക്കും, നിങ്ങൾക്ക് ആർക്കും വേണ്ടാലേ, ആർക്കും ഈ ആടിനെ വേണ്ടാലേ? ഖാലു വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐനൻ ഫീഹി ലിഅന്നഹു അസഖ്. പ്രവാചകരെ, അത് ജീവനുള്ള ആടാണെങ്കിൽ പോലും ചെവി മുറിഞ്ഞതിനെ ഞങ്ങൾ എടുക്കാറില്ല. അതിന് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടല്ല, കാരണം അതിന്റെ ചെവി മുറിഞ്ഞിട്ടുണ്ട്. ഫകൈഫ വഹുവ മയ്യിത്ത്, ചത്തുപോകും കൂടിയും ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അത് പറ്റുക? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലദ്ദുനിയ അഹ്വനു അലല്ലാഹ് മിൻ ഹാദാ അലൈക്കും, നിങ്ങൾക്ക് ഈ ആടിനോടുണ്ടായ സമീപനല്ലേ അതാണ് അല്ലാഹു ഇഹലോകത്തിന് കൊടുത്ത വില. അല്ലാഹു ഇഹലോകത്തിന് കൊടുത്ത വില ഈ ചത്ത ആടിന് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല സഹോദരങ്ങളെ. ഇഹലോകത്തിന്റെ നൈമിഷികത ബോധ്യപ്പെടുത്തുന്ന, മരണം മുഖാമുഖം കാണുന്ന നിരവധി രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യണം. സഹോദരങ്ങൾ, ഇഹലോകത്തിന്റെ ഈ നിസാരത ബോധ്യപ്പെട്ടവരായിരുന്നു സ്വഹാബികൾ. 1-2 സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകന്റെ മുതുകിലേക്ക് നോക്കി ആ ഈത്തപ്പന പട്ടയിൽ കിടന്ന പാട് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ എന്തിനാ കരയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ, കിസ്റയും കൈസറും ഒക്കെ വെൽവെറ്റിലും പട്ടിലുമാണ്. റസൂലേ, അവർ കിടക്കുന്നത് പട്ടിലാണ്, നിങ്ങൾ കിടക്കുന്നത് പട്ടയിലാണ്. ഈത്തപ്പന പട്ടയിൽ കിടന്ന് അതിന്റെ പാട് മുതുകിൽ വീണിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ സങ്കടാകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലഹുമദ്ദുനിയാ വലനൽ ആഖിറ. ഉമറേ, അല്ല ഇവർക്ക് കൊടുത്തത് ഇഹലോകമാണ്, നമുക്ക് പരലോകമുണ്ട് ഉമറേ, പരലോകമുണ്ട് ഉമറേ. ഈ ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് രക്ഷപ്പെടാം. കുറച്ച് കഷ്ടപ്പെട്ടാലും പരലോകമുണ്ട് ഉമറേ, പരലോകണ്ട്. ആ ബോധമാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം വരാനുണ്ട്, അവിടെ സന്തോഷിക്കണം. അതിന് ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക ഒക്കെ ചെയ്യുക. പക്ഷേ യഥാർത്ഥ ജീവിതം അത് മരണാനന്തരമുള്ള ജീവിതമാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, ലവിത്തഖദിനാ വിതാഇൻ യാ റസൂലല്ലാഹ്, റസൂൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് പാട് വീടിന് പകരം ഞങ്ങൾ ഒരു വിരിപ്പുണ്ടാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാലി വലി ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബ് ഇസ്തദല്ല തഹ്ത അഷ്ജറ സുമ്മ റാഹ വതറകഹ. മാലി വലി ദുനിയ, അബ്ദുള്ള, ഞാനും ദുനിയാവും എന്ത് ബന്ധമുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബ്, ഞാനൊരു യാത്രക്കാരനെ പോലെയല്ലേ. ഇസ്തദല്ല തഹ്ത അഷ്ജറ,
യാത്രക്കിടയിൽ ഒരു മരച്ചുവടിൽ തണല് കൊള്ളാനിരുന്നു. സുമ്മറാഹവ തറക്കഹ, കുറച്ച് സമയം കഴിഞ്ഞ മരച്ചുവട് ഉപേക്ഷിച്ച് യാത്ര തുടരും എന്ന പോലെ പടച്ചോന്റെ അടുത്തുനിന്ന് വന്നു. ഇഹലോകത്ത് കുറച്ച് സമയം വിശ്രമിക്കും, ഇനി പരലോകത്ത് തന്നെ പോകണ്ടേ. മാലി വലി ദുനിയാവിൽ ഇങ്ങനെ കിടന്ന് സുഖിച്ചാ മതിയോ എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വിശ്വാസികളെ, അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം പരലോക വിജയമാണ്. ആ വിജയത്തിനു വേണ്ടി നാം അധ്വാനിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ഈ പഠന പരമ്പരയിൽ മുടങ്ങാതെ നമ്മൾ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാനും നിയ്യത്താക്കിയിട്ടുണ്ട്, മതപരമായ ഒരു ഉദറില്ലാതെ ഈ ക്ലാസ്സിന് മുടക്കം വരൂല എന്റെ ഭാഗത്തു നിന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളും ഓരോരുത്തരും അന്നേ ദിവസം മറ്റു തടസ്സങ്ങൾ മാറ്റിവെച്ച് നിർബന്ധപൂർവം മാസത്തിൽ ഒരു ദിവസം ഇതിന് പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, വ്യത്യസ്ത പഠന സംരംഭങ്ങൾ ഈ ഒരു സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ തിങ്കളാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഷാഫി സലഫി പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ രാവിലെ 11 മണിക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഖുർആൻ പഠന ക്ലാസും നടന്നു വരുന്നു. അതിലൊക്കെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്ലാസ്സിലും പൊതുവായി നടക്കുന്ന ക്ലാസ്സിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. സന്തോഷപൂർവ്വം നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ്. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.